എല്ലാ യൂണിവേഴ്സിറ്റികളിലും ചാൻസലർമാർ നോൺ മുസ്ലിമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും നോൺ മുസ്ലിം. ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു മുസ്ലിമിനെ വെച്ചപ്പോൾക്ക് ചാടാൻ തുടങ്ങിപ്പോയി അവിടെ. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി എല്ലാവരുടെ പേരും അവിടെ വായിച്ചത്. അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ചാൻസലർമാരെ പേര് വായിക്കേണ്ടിയില്ല. 11 ആളെ പേരും മുഖ്യമന്ത്രി അങ്ങോട്ട് വായിച്ചു. അപ്പോൾ അതിലൊറ്റ മുസ്ലിമില്ല. പിന്നെ ഒരു മുസ്ലിമിനെ വെച്ചപ്പോഴേക്ക് എന്തിനാണ് രക്തം തുള്ളുന്നത്? എന്തിനാണ് രക്തം പതക്കുന്നത്? അപ്പം ചുരുക്കത്തിൽ മുസ്ലിം സമുദായം ഇവിടെ വരുന്നത് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ട്. അപ്പോൾ അതിനോട് നാം സൗമ്യമായി, ന്യായമായി, യുക്തിയുക്തം നേരിടേണ്ടി വരികയാണ്. നമ്മൾ യുദ്ധത്തിന് പോവില്ല, നമ്മൾ ജിഹാദിന് പോവില്ല, നമ്മളിവിടെ വാളും പരിചയം കുന്തവും എടുത്തിട്ട് ഉള്ള യുദ്ധത്തിന് പോവില്ല. തീവ്രവാദവും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തീവ്രവാദവും ഭീകരവാദവും ഒന്നും. പക്ഷേ ന്യായമായ ഒരു യുദ്ധം, നിയമയുദ്ധം, ആ നിയമയുദ്ധം കൊള്ളാതെ ഇല്ല ഇന്നത്തെ കക്ഷികളോട്. അത് ഗവൺമെൻറ് ചെയ്താൽ ഗവൺമെൻറ്റിനോടും നിയമയുദ്ധം ചെയ്യണം. ഇപ്പോഴതാ കേരളത്തിലെ എല്ലാ എയ്ഡഡ് സ്കൂളിലും ഗവൺമെൻറ് നേരത്തെ കൊടുത്തിരുന്ന ഒരു അധികാരം, മാനേജ്മെൻറ്റിന് കൊടുത്ത അധികാരം, അത് മെല്ലെ മെല്ലെ എടുക്കാനുള്ള ഒരു നയം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾ അതിനെ എതിർത്തു, പിന്നെ മുസ്ലിമീങ്ങളും എതിർക്കും, ന്യൂനപക്ഷങ്ങളൊക്കെ എതിർക്കും. ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട അവകാശമല്ലേ, ആ അവകാശം എടുത്തു കളയുമ്പോൾ ന്യൂനപക്ഷം എതിർക്കും. ഞാൻ ഈ ദർസിൽ ഒരു രാഷ്ട്രീയം പറയല്ല. പൊതുവെ മനുഷ്യൻ മുസ്ലിം ആകുമ്പോഴേക്ക് അവനിവിടെ എല്ലാ കക്ഷികളോടും നേരിടേണ്ടി വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. എല്ലാവർക്കും മുസ്ലിം എന്ന് പറയുമ്പോഴേക്ക് കണ്ണക്കടിയായി. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്താ? ഖുൽ അഊദു ബിറബ്ബിൻ നാസി, നാസിൻ്റെ റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന്. ഇവിടെ അള്ളാഹു നാസിനെ തിരഞ്ഞെടുക്കാനുള്ള